അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ? അൽഹംദുലില്ലാ നമുക്കിവിടെ സുഖമായി പോണു. അപ്പം ഇന്ന് അടുക്കളയിൽ ഇത് നല്ലൊരു അടിപൊളി മത്തിക്കറി വെക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള മത്തിക്കറിയാണ്. ഇന്ന് പുട്ടാണ് ചായക്കടി. അപ്പോൾ പുട്ടും മത്തിക്കറി ആകുമ്പോൾ ഒരു പ്രത്യേക രസം തന്നെയാണല്ലോ. ഏത് മീൻകറി ആണെങ്കിലും മത്തിയാകുമ്പോൾ പ്രത്യേകിച്ചും രസയിക്കാരം. അങ്ങനെ ഞാൻ പുളിയൊക്കെ വെള്ളത്തിലിട്ടുണ്ട്, മീനൊക്കെ അത് നേരാക്കി വെച്ചിട്ടുണ്ട്. ചൂര മീനാണ് പൊരിക്കാൻ കിട്ടിയിരിക്കുന്നത്. 5-6 മത്തി ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ കറി വെക്കാനുള്ളത് നുറുക്കാണ്. 3 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു വെല്ലുള്ളി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉപ്പേരിക്കിലൊക്കെ നുറുക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ കഷ്ണങ്ങൾ നുറുക്കണത് കുറച്ച് വലിയതാക്കി നുറുക്കി വെച്ചിട്ട് കുഴപ്പമില്ല കേട്ടോ. എണ്ണയിലൊന്നും ഇങ്ങോട്ട് വാട്ടിയെടുക്കാനാണ്. അപ്പോൾ അതൊരു വെല്ലുള്ളിയാണ് എടുത്തിട്ട്. തേങ്ങ അരച്ച മായത്തെ കറിയാണ് കേട്ടോ. നമുക്ക് ഇതിങ്ങനെ വെക്കുകയാണെങ്കിൽ തേങ്ങ അരക്കേണ്ടെന്നൊരു ആവശ്യമില്ല. അതൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട്. ഉപ്പേരിക്കുള്ളത് കഴുകി ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. നമുക്ക് അപ്പം ചട്ടി ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ലേശം വെളിച്ചെണ്ണ പാർന്ന് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ആദ്യം എന്ത് ചെയ്യണം, നമുക്ക് ഉള്ളി ഒന്നും ഇങ്ങോട്ട് വാട്ടിയെടുക്കണം കേട്ടോ. വെല്ലുള്ളിയും അതുപോലെ തന്നെ പച്ചമുളക് ഉണ്ട്, 2 എടുത്തിട്ടുണ്ട്. അതും പാടെ ഇങ്ങോട്ട് വാട്ടിയെടുക്കുക. വല്ലാതെ വാടേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് എണ്ണയിൽ ആ പച്ചച്ചോയ കൊണ്ട് പൊയ്ക്കോട്ടെ വെച്ചിട്ടാണ് ഈ പണി ചെയ്യണത്. അങ്ങനെ അത് വാട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ചട്ടിക്ക് തന്നെ തക്കാളിയും പാട് ചെറുതായിട്ടൊന്നും ഇങ്ങോട്ട് വാട്ടിയെടുക്കണം കേട്ടോ. നിങ്ങളെല്ലാവരും കറി വെച്ച് നോക്കൊണ്ടു. മത്തിയാവുമ്പോൾ പ്രത്യേക ടേസ്റ്റ് കാരണം അയിലാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാൻ അയിലയും മത്തിയാണ് ഇങ്ങനെ കറി വെച്ച് നോക്കിയിട്ടുള്ളത്. അത് രണ്ടും എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അങ്ങനെ ആ തക്കാളിയും വാട്ടിയെടുത്തിട്ടുണ്ട്. അതിൽ 2 വെളുത്തുള്ളി പോണ ഇട്ടിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി ഇപ്പം ചിലവരോടൊന്നും വല്ലാതെ കൊണ്ടുവരലുണ്ടാവില്ല. ഇവിടെയും കൊണ്ടുവരലില്ല. ഉണ്ടെങ്കിൽ ഞാൻ നല്ല ഇടുകയും ചെയ്യും. അങ്ങനെ അത് കോരി എടുത്തിട്ട് ആ എണ്ണയ്ക്ക് തന്നെ നമ്മൾ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ ഈ ചട്ടിയിൽ ഇനി ഉപ്പേരിക്കുള്ളതാണ് വെക്കട്ടെ വെച്ചിട്ടാണ് മീൻകറി വെക്കണത്. പിന്നെ മൺചട്ടിയിലാണ് കേട്ടോ. അപ്പം ഞാൻ ഉള്ളിയൊക്കെ നല്ല മൂത്ത് വരുന്നത്. അതിലിടക്ക് ഞാൻ അകം അടിച്ചു വരാൻ പാടിട്ടോ. തീ കുറച്ചേക്കാൻ മറന്നു. അപ്പം നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് കരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഉപ്പേരിയുടെ കളറൊക്കെ ഒന്ന് മാറി കിട്ടും, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ലേശം വെള്ളം പാർന്നു കൊടുത്തത്. പിന്നെ ഇതിന് നല്ല വെള്ളം വെക്കണം കേട്ടോ. കാരണം നേന്ത്രക്കായാണ്. അപ്പോൾ വെള്ളം കണ്ടറിഞ്ഞ് പാർന്നു കൊടുത്തു. വെള്ളത്തിൻ്റെ കളറൊക്കെ കണ്ടില്ല നിങ്ങൾ, ഉള്ളി കരിഞ്ഞിട്ടാണ് കേട്ടോ. അങ്ങനെ അത് മൂടി വെച്ചതിൻ്റെ ശേഷം ഞാൻ ഈ അടുപ്പത്ത് എണ്ണച്ചട്ടി വെച്ചിട്ടുണ്ട്. നമ്മളെ മൺചട്ടി ആയിക്ക് എണ്ണ ഒറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു സ്പൂണ് വലിയ ജീരകവും 1 സ്പൂണ് ഉലുവയും പാടിട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ല പൊട്ടിക്കോട്ടെ. ഈ മൺചട്ടി ആകുമ്പോൾ പൊട്ടി കിട്ടാൻ കുറച്ച് ഇടങ്ങറാണ്. എന്നാൽ ചൂടായി കിട്ടിയാലോ ചൂടാറാനും കുറച്ച് പ്രയാസം തന്നെയാണ് കേട്ടോ. അങ്ങനെ അത് ഇട്ട് കൊടുത്തിട്ട് ആ എണ്ണയ്ക്ക് ഞാൻ ലേശം മസാലയാണ് ഇടുന്നത്. പ്രത്യേകിച്ച് ഒരു മസാലയും കൂട്ടണില്ല. 1.5 സ്പൂണ് മുളകും പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂട്ടുന്നുണ്ട്. തീ ഇപ്പം ഞാൻ പൂട്ടി വെച്ചിക്കാണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ മസാലയൊക്കെ ഒന്നിട്ട് കറുത്തുങ്ങാണ്ടാവും. അപ്പം നമ്മളെ മീൻകറി കറുത്തതാവുമല്ലോ. എന്നിട്ട് ഞാൻ പിന്നെ അതിക്കും ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു തക്കാളിയും പാടെ എണ്ണയിൽ വാട്ടി എടുത്തിട്ടുണ്ട്. ലേശം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് മൂടി വെക്കുക. പിന്നെ പച്ചമുളകൊന്നും കൂട്ടിയിട്ടില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ മൂടി വെച്ചിങ്ങാണ്ട് വേവിച്ചിട്ട് പിന്നെ നമുക്കിത് ഉടച്ചിങ്ങാണ്ട് പുളിയൊക്കെ പാകത്തിന് പാർന്ന് കൊടുക്കുക. അതിലിടക്ക് നമ്മളെ ഈ ഉള്ളിയും തക്കാളിയൊക്കെ ചൂടാറിയിട്ടുണ്ട്. ഇതൊന്ന് മിക്സിയിൽ അടിച്ച് കൊണ്ടുവരണം, ഇത് തിളക്കുമ്പത്തിന് കേട്ടോ. അപ്പോൾ അത് അരച്ച് കൊണ്ടിട്ട് ഇത് അരച്ചിട്ടൊന്ന് കാണിച്ച് തരാം ഞാൻ നിങ്ങൾക്ക് കേട്ടോ. നല്ല തേങ്ങ അരച്ച മാതിരി ഉണ്ടാവും. ഇതിൽ മസാല ഒന്നും കൂട്ടിയിട്ടില്ലല്ലോ. അങ്ങനെ അത് അരക്കാൻ പോകണം. പിന്നെ ഞാൻ ഇഞ്ചി ഒന്നും കൂട്ടിയിട്ടില്ല. ഈ കറിയിൽ ഇഞ്ചിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ. അപ്പോൾ മീൻ ഇങ്ങനെ എല്ലാവരും പറയും ടേസ്റ്റ് ഇല്ല. അപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് നോക്കുക, നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ മീൻ കറിക്കൊക്കെ. അപ്പോൾ കണ്ടില്ല നിങ്ങൾ, നമ്മൾ തേങ്ങ അരച്ച മാതിരി ആയിട്ടുണ്ട്. അപ്പത്തിന് നമ്മളെ തക്കാളിയൊക്കെ നല്ല വെന്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്നും കൊണ്ട് ഉരതി കൊടുക്കട്ടോ. ചിലവർക്ക് മീൻ കറിയിൽ തക്കാളി കഷ്ണം ഇങ്ങനെ കടക്കണം. അപ്പോൾ എനിക്കിങ്ങനെ ഉരതി കൊടുക്കണമാണ് ഇഷ്ടം. അങ്ങനെ ഞാൻ ഉരതി ഉടച്ചിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ചുമ്പാടെ പാർന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പുളിമ്പാടെ പാകത്തിനൊന്ന് പാർന്ന് കൊടുത്തിട്ട് ഒന്നുപാടെ തിളച്ചിട്ട് വേണം നമുക്ക് നമ്മളെ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഒന്നങ്ങോട്ട് മൂടി വെച്ച് കൊടുക്കണുണ്ട് കേട്ടോ. അപ്പം ഇനി ഒന്ന് നല്ല തിളക്കട്ടെ. തിളക്കുമ്പോഴത്തേന് ഞാൻ ഈ മീനും പാടൊന്ന് കായം കൂട്ടട്ടെ. ചൂരയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അതിക്ക് പിന്നെ ഞാൻ ചെറുള്ളിയും വെളുത്തുള്ളിയും വലിയ ജീരകവും വേപ്പിൻ്റെലയും പച്ചമുളകും കുരുമുളകും ഒക്കെ കൂട്ടിയിട്ടാണ് അരച്ചിരിക്കണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചൂരമീൻ. അപ്പം അതൊക്കെ ഒന്ന് കായം കൂട്ടിയിട്ട് 5 മിനിറ്റ് അവിടെ ഇരുന്നോട്ടെ വെച്ചിട്ടാണ്. അതിക്കും ഞാൻ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെയാണ് കൂട്ടിയിരിക്കുന്നത്. പിന്നെ ഇതിലേക്കും ഞാൻ ഇഞ്ചി ഒന്നും കൂട്ടിയിട്ടില്ല കേട്ടോ. അങ്ങനെ അത് കായം കൂട്ടി കഴിഞ്ഞപ്പോഴത്തേന് നമ്മളെ മീൻകറിയൊക്കെ നല്ല തിളക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇനി മത്തി അയിക്കൊന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരു ചൂരയുടെ തല ഉണ്ടായിരുന്നു, ആവുമ്പാടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല ഒന്നും ഇങ്ങോട്ട് വെട്ടി തിളക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുപാടെ മൂടി വെക്കുന്നുണ്ട്. നല്ല വെട്ടി തിളച്ചതിൻ്റെ ശേഷം നമുക്കിതൊന്ന് മാങ്ങി വെക്കട്ടെ. അത് ചൂടാറി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ച് തരുന്നുണ്ട്. നല്ല കുറുകിയ കറി ആയിക്കാരം. അപ്പം ഞാൻ ലേശം വേപ്പിൻ്റെ പാടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
നമ്മൾ വേപ്പിൻ്റെ ഇല മറന്നതായിരുന്നു കേട്ടോ. അപ്പം നിങ്ങളൊക്കെ ആദ്യം വെക്കുമ്പോൾ വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തോളുണ്ടോ. അങ്ങനെ മീൻ കറിയുടെ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി മീനൊന്ന് പൊരിച്ചെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വാങ്ങി വെച്ചിട്ട് വേണം നമുക്ക് മീൻ പൊരിച്ചെടുക്കാൻ. പിന്നെ ചോറൊക്കെ ഒന്ന് ആദ്യം തന്നെ നേരത്തെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ചട്ടിക്കും. ഇതിന് പിന്നെ വല്ലാതെ കത്തിച്ചാൻ പറ്റൂല കേട്ടോ. ആക്കത്തിന് കടന്ന് വേവുകയാണ് വേണ്ടത്. മത്തിയുടെയും അയിലയുടെ ഒന്നും മാരിയല്ല. ഇത് ആക്കത്തിന് കടന്ന് വെന്താലേ നമ്മളെ ഈ കഷ്ണത്തിൻ്റെ ഉള്ളൊക്കെ വെന്ത് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ലേസം വേപ്പിൻ്റെ ഇലയും പാടെ ഇതിലിട്ട് കൊടുക്കട്ടെ. അരക്കണയിൽ കൂട്ടിക്കണം. നല്ല ലേസം പാടെ വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. വായ്ക്കപ്പേരി വാങ്ങി വെച്ചിട്ട് ഞാനിനി പുട്ട് ചുടരട്ടെ കേട്ടോ. ചായക്ക് കടി പുട്ടാണെന്ന് പറഞ്ഞല്ലോ. ഞാൻ എന്നും ഇങ്ങനെ തന്നെ കേട്ടോ. ആദ്യം ചോറും ചോറ്റിക്കുള്ള കൂട്ടാനും കറിയൊക്കെ വെച്ചിട്ട് അവസാനമാണ് കേട്ടോ ചായക്കടി ഉണ്ടാക്കുക. എന്നാലും 8 മണി 8:15 ആകുമ്പോഴത്തേന് നമ്മളെ ചായയും കടിയൊക്കെ ആവും. ഇപ്പോൾ 7:15 ആകുമ്പോഴത്തേന് എങ്ങനെയായാലും ചായയും കടിയൊന്നും ആക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞാൻ അജ്മി പുട്ടാണ് കേട്ടോ ചുടുന്നത്. അങ്ങനെ അതവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ മീൻ ഒരു പുറം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നുപാടെ ഇങ്ങോട്ട് വേവിച്ചെടുക്കണം. പിന്നെ ഇവിടെ വല്ലാതെ മുരിയാൻ പറ്റൂല കേട്ടോ. ചിലവർക്ക് നല്ല മുരിയേണ്ട വരും. ഇവിടെ നല്ല ഇങ്ങോട്ട് മുരിഞ്ഞാൽ പറ്റൂല. അപ്പം തീയെ കുറച്ച് വെച്ചിട്ട് ആക്കത്തിന് കടന്നങ്ങനെ വെന്തോട്ടെ. എണ്ണ അയച്ചത് കുറച്ച് കൂടി പോയിട്ടുണ്ട്. അതിലിടക്ക് നമ്മളെ പുട്ടൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പാത്രത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഇന്നത്തെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ മീൻകറി കണ്ടില്ല നിങ്ങൾ. നല്ല ഉഷാറ് മീൻകറി ഉണ്ട്. തേങ്ങ അരച്ചമാരത്തെ കറിയാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി വെക്കൊണ്ടു. മത്തി കിട്ടുമ്പോൾ എല്ലാവരും ഉണ്ടാക്കി വെക്കുക. ഇനി അതിലോണ്ട് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ എല്ലാ വിഭവങ്ങളും കഴിഞ്ഞ് ഞാൻ ചായയും കുടിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നനച്ചുള്ളി പരിപാടിയൊക്കെ കഴിഞ്ഞിരുന്നു. ഇവിടെ ഞാൻ നേരാക്കിയിരുന്നില്ല. ഇവിടെ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നേരാക്കാൻ വേണ്ടി കണ്ട. കാരണം കുറേ കച്ചറ ഒഴിവാക്കാണ്ടായിരുന്നു. അപ്പോൾ ഓൾക്ക് ആവശ്യമില്ല ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും. അപ്പം എനിക്ക് അത് ഏതാണെന്നും അറിയില്ലല്ലോ. നമ്മളെല്ലാതും ഒന്നായിട്ടാണ്ട് വലിച്ചിടും. അത് കൊണ്ടുപോയിങ്ങാണ്ട് ഇനി ആരെങ്കിലും വന്നാലും ഓൾക്ക് കൊടുക്കുകയും ചെയ്യും. അപ്പം ഷാടൊന്നും പിന്നെ എപ്പോഴൊന്നും നേരാക്കൂല കേട്ടോ. 2-3 മാസമൊക്കെ കൂടുമ്പോൾ വല്ലാതെ ഇങ്ങോട്ട് കൊടുന്ന് വെച്ച് ശരിയായി ഇതായിട്ടുണ്ടാവും. ആകെ കച്ചറായിട്ടുണ്ടാവും. കാരണം തേങ്ങയൊക്കെ പൊളിച്ചിട്ട് ചകിരിപ്പൊളി ഇവിടെ കൊടുന്ന് വെക്കുക ചെയ്യുക. ഒരു ചാക്കിയിലിടും. അപ്പം മക്കൾ കൊടുന്നേക്കുമ്പോൾ അങ്ങനെ കൊടുന്നിടും ചെയ്യും. അപ്പം എപ്പോഴേലൊക്കെ ഇവിടെ ശരിയാക്കലുള്ളൂ. അപ്പോൾ ഈ ടാങ്കിയൊക്കെ ഒന്ന് വൃത്തിയായിങ്ങാണ്ട് ഇതിലേക്ക് തന്നെ നുള്ളി പെറുക്കി വെക്കട്ടെ. കാരണം എന്താ വെച്ചാൽ മഴയൊക്കെ പെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ ടാങ്കിക്ക് വെള്ളമാവും. അപ്പോൾ അത് നല്ലപോലെ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ കുറേ കച്ചറ ഒഴിവാക്കിയിട്ടുണ്ട്. ദോലുണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ നടന്നത്. അല്ലെങ്കിൽ ഒന്നും ഒഴിവാക്കാൻ തോന്നൂല. കാരണം ഓല് കളിച്ചതൊക്കെയാണെങ്കിൽ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഓരോ സാധനം ചോദിച്ചുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ലല്ലോ. അങ്ങനെ ഓൾക്ക് വേണ്ടതൊക്കെ ഓല് പെറുക്കി കൂട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ നേരാക്കിയിട്ട് ഒന്നുപാട് നിങ്ങൾക്ക് കാണിച്ചു തരട്ടോ. ഒരുപാട് നേരമായിരുന്നു. പിന്നെ ഇവിടേക്ക് എളുപ്പം വെയിൽ വരും കേട്ടോ. ഒരു 10 മണിയാകുമ്പോഴത്തേന് തന്നെ ഇവിടേക്ക് പൊരി വെയിലേ കാരണം. അപ്പോൾ ഷാലും മോനും ഉണ്ടായതുകൊണ്ട് എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഓലോട് പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാൽ മക്കൾക്ക് ഇങ്ങനത്തെ കാര്യമൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ ഒരു കാര്യമല്ലേ. അപ്പം ഞാൻ കുറേ കോല് നേരാക്കി. പിന്നെ ഞാൻ വന്നിട്ട് എന്ത് ചെയ്തു, ആ ടാങ്കിക്ക് ഒതുക്കി പെറുക്കി വെക്കുകയാണ്. നമ്മൾ വെക്കണ മാതിരി ആവില്ലല്ലോ ഓല് വെക്കണത്. പണി കഴിയാഞ്ഞിട്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല കേട്ടോ. അതും പാടെ കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. കാരണം നമ്മളൊരു പണി വിചാരിച്ചിട്ടുണ്ടല്ലോ അതും പാട് കഴിഞ്ഞുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു സമാധാനം കിട്ടുള്ളൂ. അപ്പം അത് അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഒരുപാട് കച്ചറ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. നോട്ട്ബുക്കൊന്നും പിന്നെ കൊടുക്കാനായിട്ടില്ലല്ലോ. അതൊക്കെ പിന്നെ ഓരോ പരീക്ഷ കഴിഞ്ഞിട്ട് പാടെ ഇങ്ങോട്ട് എടുത്ത് വെക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പം ഞാൻ ഇഞ്ഞോല് എടുത്ത് വെച്ച കച്ചറിയും പാടെ കാണിച്ചു തരാം. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോക്ക് പറ്റിയ നല്ല നല്ല കമൻറ്റ് എഴുതണം കേട്ടോ. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ടേ. എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും.